യൂണിറ്റ് 4 അൽ മസ്റഹിയ ഫിൽ അദബിൽ അറബി. ഗദ്യസാഹിത്യത്തിൻ്റെ വളരെ സുപ്രധാനമായ മറ്റൊരു ഭാഗമാണ് ഡ്രാമ എന്ന് നമ്മൾ പറയാറുള്ള അൽ മസ്റഹിയത്തു എന്ന് അറബിയിൽ പറയുന്ന സാഹിത്യ രൂപം. മസ്റഹിയ എന്ന് പറയുമ്പോൾ നാടകം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഒരു സ്റ്റേജ് പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ സാഹിത്യത്തിൽ ഇതിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജ് പ്ലേയുടെ ഒരു റിട്ടൺ സ്റ്റൈൽ, അത് എഴുതിയ ആ ഒരു രൂപം, അത് സാഹിത്യത്തിൻ്റെ ഭാഗമാണല്ലോ. അതാണ് നസിറിൽ നമ്മുടെ അൽ അദബുൻ നസിർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗദ്യസാഹിത്യം എന്ന് പറയുന്ന ഇനത്തിൽ എണ്ണപ്പെടുന്നത്. ഇതിൽ നമുക്ക് മസ്റഹിയയുടെ നഷ്അത്ത്, തത്തവ്വുർ, പിന്നെ വിവിധ രാജ്യങ്ങളിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെ നാടക കല വളർന്നു വന്നു, പിന്നെ അഷ്ഹറായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ചില നാടക എഴുത്തുകാർ, ചില നാടക രചനകൾ. ഇത് മാത്രമൊന്നും നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നാടകം എന്ന് പറഞ്ഞാലും കഴിഞ്ഞ അതിൽ നമ്മൾ പറഞ്ഞ നോവലാണെങ്കിലും അനുബന്ധ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൽഹാസിൽ നമ്മളൊരു ബ്രീഫായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ നഷ്അത്തു ഫന്നിൽ മസ്റഹിയ ഫിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിൽ മസ്റഹിയ എന്ന ഫന്നിൻ്റെ വളർച്ച, എന്ന കലയുടെ വളർച്ച. അപ്പോൾ എന്താണ് മസ്റഹിയ എന്ന് പറഞ്ഞാൽ? അൽ മസ്റഹിയത്തു ഹിയ ജിൻസുൻ അദബിയുൻ. ഇവിടെ നമ്മൾ പറയുമ്പോൾ തന്നെ അത് ഒരു ജിൻസുൻ അദബിയുൻ, ഒരു ലിറ്റററി ആയിട്ടുള്ള ഒരു ഇനമാണ്, സാഹിത്യപരമായിട്ടുള്ള ഒരു ഇനമാണ്. യുർവ ഖിസ്സത്തുൻ മിൻ ഖിലാലി ഹദീസി ഷഖ്സിയാത്തിഹ വഅഫ്ആലിഹ. യുർവ ഖിസ്സത്തുൻ, ഒരു കഥയെ ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. മിൻ ഖിലാലി, അതിനാൽ ആ കിസ്സയാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മിൻ ഖിലാലി ഹദീസ് ഷഖ്സിയാത്തിഹ വ അഫ്ആലിഹ, കഥയുടെ വ്യക്തികളുടെ സഞ്ചാരം, അവരുടെ സംസാരം, അവരുടെ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന്. അപ്പോൾ ഒരു കിസ്സ, ഒരു കഥയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ചില ആളുകളുടെ ഭാവപ്രകടനങ്ങളും അഭിനയങ്ങളും ഒക്കെ അടങ്ങിയതിന് നമുക്ക് നാടകം എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു പറച്ചിലാണ്. വതദൂറു ഫുസൂലുഹ അല ഖശബത്തിൽ മസ്റഹി. അതിൻ്റെ ഓരോ ഫസ്ലുകളും, ഫസ്ൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ എപ്പിസോഡ് എന്നൊക്കെ പറയാം. ഓരോ എപ്പിസോഡുകളും അത് ഒരു സ്റ്റേജിലാണ്. ഖശബത്ത് തന്നെ മരം കൊണ്ട് പലക, മരപ്പലക എന്നൊക്കെയാണ് അർത്ഥം. ഖശബത്തുൽ മസ്റഹ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ്. അന്ന് മരപ്പലക ചേർത്താണ് സ്റ്റേജ് ഉണ്ടാക്കിയിരുന്നത്. പല സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. അമാമൽ ജുംഹൂർ എന്നോട് പബ്ലിക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്ലേ ചെയ്യപ്പെടുന്ന ഒരു കഥ, അത് വിവിധ ആളുകൾ വിവിധ റോളുകളിൽ അഭിനയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അത് പ്രതിഫലിപ്പിക്കുകയും അതിൽ നിന്നൊരു കഥ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വഹുന വജബ തഫ്രീഖ് ബൈനൽ മസ്റഹിയ്യ വൽ മസ്റഹ്. എന്താണ് ഈ മസ്റഹിയ്യ എന്ന് പറഞ്ഞാലും മസ്റഹ് എന്ന് പറഞ്ഞാലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമായി. ഫൽ മസ്റഹിയ്യത്ത് നാനി ബിഹ അന്നസുൽ മസ്റഹി അൽ ഖാബിലു ലി അൻ യുമസ്സില. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു തിരക്കഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൈറ്റിംഗ്, കഥാതിരക്കഥ എന്നൊക്കെ പറയുന്ന പോലെ നാടകത്തിൻ്റെ ആ തിരക്കഥ, അതാണ് മസ്റഹിയ്യത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം. അന്നസുൽ മസ്റഹി അൽ ഖാബിലു ലി അൻ യുമസ്സില, പ്ലേ ചെയ്യപ്പെടാൻ തയ്യാറാക്കി വെക്കപ്പെട്ടത്. എന്നാൽ മസ്റഹ് എന്ന് പറഞ്ഞാൽ ആ നാടകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം മുമസ്സിലൻ അല ഖശബത്തിഹി മഅറൂദൻ അല ജുംഹൂരിഹി, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലെവൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ സ്റ്റേജിൽ കാണുന്നതാണ് മസ്റഹ്. അപ്പോൾ ഒരു നാടകത്തിൻ്റെ തയ്യാറാക്കപ്പെടാൻ വേണ്ടിയുള്ള തിരക്കഥയായിട്ടുള്ള സാധനവും അതിൻ്റെ സ്റ്റേജ് പ്ലേ രണ്ടും തമ്മിൽ ഡിഫറൻസിലാണ് പറയപ്പെടാറുള്ള, അറബി ഭാഷയിൽ പറയാറുള്ളത്. ഒന്ന് മസ്റഹിയ്യത്തും ഒന്ന് മസ്റഹും എന്നാണ്. ലം യഅരിഫിൽ അദബുൽ അറബി മുൻദുൽ ഖദീം ഇലാ മുൻതസിഫിൽ ഖർനി താസി അശർ ഫന്നിൽ മസ്റഹിയ്യ വലാ ഫന്ന തംസീൽ. അറബി സാഹിത്യത്തിന് നമ്മളിപ്പോൾ കഴിഞ്ഞ നോവൽ സാഹിത്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, അതേപോലെ തന്നെ ഖിസ്സ ഖസീറ പറഞ്ഞെങ്കിലും ഖിസ്സ പരിചയമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നാടകം എന്ന മസ്റഹിയ്യത്ത് എന്നൊരു കലയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത്തരം ഒരു കല അറബി സാഹിത്യത്തിൽ മക്കാന മഅറൂഫൻ ലദൽ അറബ് ലം യഅരിഫ് അൽ അദബിൽ അറബി മുൻദുൽ ഖദീം ഇലാ മുൻതസിഫിൽ ഖർനി താസി അശർ. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടം വരെ അറിഞ്ഞിട്ടില്ല വല ഫൻ തംസീൽ എന്നൊരു കല പോലും. വസബബു ദാലിക റാജിഉൻ ഇലാ മജ്മൂഅത്തിൻ മിനൽ അവാമിൽ. അങ്ങനെ ഒരു എന്തുകൊണ്ട് അറബി സാഹിത്യത്തിൽ ഇത്തരം ഒരു കല പരിചയമായില്ല, സുപരിചിതമായില്ല എന്ന് പറഞ്ഞാൽ വസബബു ദാലിക, റീസൺ ഓഫ് ദാറ്റ്,
അതിൻ്റെ ഒരു കാരണം റാജുൻ ഇലാ മജ്മുഅത്തിൻ മിനൽ അവാമിൽ, റാജുൻ അത് മടങ്ങി ഇറ്റ് റിട്ടേൺസ് ടു ഇലാ മജ്മുഅത്തിൻ മിനൽ അവാമിൽ, കുറേ ഘടകങ്ങൾ, സം ടോട്ടൽ ഓഫ് എലമെന്റ്സ്, അബ്റസുഹ അതിൽ പ്രധാനമായത് അൽ ആമിലുദ്ദീനി മതപരമായ കാരണമാണ്. എന്തേ മതപരമായ കാരണം? അപ്പോൾ ശരിക്ക് നാടകം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതിലൊരു ആക്ടിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ മതപരമായ വിധിവിലക്കുകളും സ്ത്രീകൾ അഭിനയിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നടന്നതാണ്. അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ. തഊദു ബിദായാത്തി നശ്അത്തിൽ ഫന്നിൽ മസ്റഹി ഇലാ ഉസൂലിൻ ഗരീഖിയ്യ വ റൂമാനിയ, ഗ്രീക്ക് കഥകളിൽ നിന്നും റോമൻ കഥകളിൽ നിന്നുമൊക്കെ, അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെയും റോമൻ സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് അറബി സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഈ നാടകം എന്നുള്ള കലാരൂപം വന്നത്. അപ്പോൾ രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് മതപരമായിട്ടുള്ളത്, മറ്റൊന്ന് കലാപരമായിട്ടുള്ള രണ്ട് ഘടകങ്ങളെ കുറിച്ച് ആദ്യം പറയാം. ഹൈസു കാനത്ത് തഖൂസും വസനിയ യുഖ്തറബു ബിഹാ ഇലാ ആലിഹതിഹിം, സാധാരണഗതിയിൽ ആദ്യമൊക്കെ നാടകങ്ങൾ ഉണ്ടായിരുന്നത് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ബിംബാരാധനകളുടെ അവരുടെ ദൈവികമായ മത ചിട്ടയുടെ ഭാഗമായിട്ട് കളിക്കപ്പെട്ടിരുന്നതാണ് ഡ്രാമകൾ. വഹ് തക്കൂനു ഹാദിഹി തഖൂസ് അലാ ശക്ലിൻ ഗൈനാഇൻ വറക്സിൻ, ഇത് സത്യത്തിൽ നടന്നത് പാട്ടും ഡാൻസൊക്കെ കൂടിയിട്ടാണ് ഈ ആഘോഷങ്ങൾ നടത്തപ്പെട്ടിരുന്നത്. മജി അൽ ഇസ്ലാം അല്ലതി ഹറമ അഷിർക വൽ വസനിയ, ഇസ്ലാമാണെങ്കിൽ ബഹുദൈവാരാധനയും ബിംബാരാധനയും ഹറാമാക്കിയ മതമാണ്. ലം യഉദ് ലിഹാദിൽ ഫന്നി മിനൽ ളുഹൂർ, അതുകൊണ്ട് തന്നെ ഈ ഒരു കലക്ക് ഇസ്ലാമിക സമൂഹത്തിനിടയിൽ വലിയൊരു സ്വാധീനമോ മറ്റോ ലഭിച്ചില്ല. അതാണ് ഒന്നാമത്തെ ഘടകം. അപ്പോൾ മതപരമായിട്ടുള്ള ചില അറ്റാച്ച്മെൻറ്റോട് കൂടിയായിട്ടാണ് ആദ്യം നാടകം പ്രത്യക്ഷപ്പെട്ടത് സംസ്കാരങ്ങളിലൊക്കെ. സ്വാഭാവികമായിട്ടും ആ മതപരമായ ഘടകങ്ങൾക്ക് വിഘടമായി നിൽക്കുന്ന അല്ലെങ്കിൽ എതിര് നിൽക്കുന്ന മതമാണ് ഇസ്ലാം എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിക സംസ്കാരം കൂടുതലുള്ള അറബ് രാഷ്ട്രങ്ങളിലൊന്നും ഈ നാടകകലയ്ക്ക് വലിയൊരു പ്രാധാന്യം ലഭിച്ചില്ല. മറ്റൊന്ന് കലാപരമായ, ഇനി കലാപരമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ലിറ്റററി ആയിട്ടുള്ള ഒരു എലമെൻറ്റ് പറയുകയാണെങ്കിൽ, കാനൽ അറബു എൽത്തസിമു ബി വഹദത്തിൽ വസിനി വൽ ഖാഫിയ വിഷ്യർ, അറബികളുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വസിന്, ഖാഫിയ, വൃത്തം, പ്രാസം ഇതൊക്കെ ഒപ്പിച്ച് കവിതകൾ പറയുക. വഹാദല യുലാസിം മസ്റഹിയാത്തില്ലതി തഖ്തലി അൻ തകൂന മുതവ്വലതൻ തഖ്തലിഫു അബിയാതുഹ ഫിൽ വസിനി വൽ ഖാഫിയ ബാദൻ അൻ ബാദ്. അപ്പോൾ നാടകം, ഇവിടെ നാടകം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെലോ ഡ്രാമകളൊക്കെ ഉണ്ട്, കാവ്യനാടകങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും അതൊന്നും സത്യത്തിൽ നമ്മൾ പറയാറുള്ള ഈ കവിതയുടെ, അറബികൾ പാടിയിരുന്ന കവിതയുടെ ഒരു താളത്തിന്, അതിൻ്റെ ഒരു മ്യൂസിക്കലായിട്ടുള്ള ഒരു സംഗീതാത്മകമായിട്ടുള്ള ഒരു സ്വരത്തിനൊന്നും മാച്ചാവുന്നതായിരുന്നില്ല. അപ്പോൾ രണ്ടിൻ്റെയും സ്റ്റൈൽ രണ്ടായിരുന്നു എന്നത് തന്നെയാണ് കാരണം. അതാണ് ലാമിൽ ഫന്നി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ട് നടന്നില്ല. ഇനി അടുത്തത് പറയുന്നത് തതവ്വുറുൽ മസ്റഹിയ. എന്നിട്ട് പിന്നെ എപ്പോഴാണ് മസ്റഹിയ ഇവിടെ ഡെവലപ്പായത്, അതാണ് ഇനി പറയുന്നത്. തതവ്വുറുൽ മസ്റഹിയ്യത്തി വഅശ്ഹറു കുത്താബിഹ ഫിൽ അസ്ൽ ഹദീസ്, മസ്റഹിയയുടെ ഡെവലപ്മെൻറ്റും അതിലെ പ്രഗത്ഭരായിട്ടുള്ള ആധുനിക കാലഘട്ടത്തിലെ എഴുത്തുകാരാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. എവിടെ ആദ്യം തുടങ്ങി? കാന ലബനാനു അവ്വലു ബലദിൻ ഫതഹ ബാബൻ മിനൽ മസ്റഹിയ ഇല അലമിൽ അദബിൽ അറബി. ഇവിടെ നമ്മൾ സാഹിത്യത്തിൻ്റെ, അറബി സാഹിത്യത്തിൻ്റെ ഏതൊരു ഘടകം പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ പ്രാരംഭഘട്ടത്തിൻ്റെ മടക്കം പോകാറുള്ളത് മിസ്റിലേക്കാണ്, ഈജിപ്തിലേക്കാണ്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി ഇവിടെ പറയുന്നത് കാന ലബനാനു അവ്വലു ബലദിൻ ഫതഹ ബാബൻ മിനൽ മസ്റഹിയ്യത്തി ഇല അലമിൽ അദബിൽ അറബി കലൗനിൻ അദബിയിൻ. അറബ് സാഹിത്യ ലോകത്തിൽ നിന്ന് നാടകമെന്ന കലയുടെ ലോകത്തേക്ക് ആദ്യമായി ചെറുവാതിലെങ്കിലും തുറന്നു വെച്ചത് ലബനാൻ എന്ന രാഷ്ട്രമായിരുന്നു. വക്കാന ഇഹ്തികാഖു ലബനാൻ ബിൽ ഗർബ് സബബ ളുഹൂരിൽ മസ്റഹിൽ അറബി. ലബനാനുകാരുടെ യൂറോപ്പുകാരുമായിട്ടുള്ള അല്ലെങ്കിൽ പാശ്ചാത്യരുമായിട്ടുള്ള ഇടപെടലാണ് ഇതിനൊരു കാരണമായത്. കാന മാറുൻ നഖാഷ് അബുൽ മസ്റഹിൽ അറബി എന്നറിയപ്പെടുന്ന മാറുൻ നഖാഷ് അവ്വലു മൻ ഖതറ ലഹു ഇദ്ഖാല ഫന്നി തംസീൽ മസ്റഹി ഫിൽ ആലമിൽ അറബി. ഇനി ഇതിൽ വ്യക്തിപരമായി പറഞ്ഞു, ലബനാൻ എന്ന് ഒരു നാടിലേക്ക് ചേർത്ത് പറഞ്ഞു. ഇനി വ്യക്തികളിലേക്ക് ചേർക്കുകയാണെങ്കിൽ കാന മാറുൻ നഖാഷ്, മാറുൻ നഖാഷ് ആയിരുന്നു അവ്വലു മൻ ഖതറ ലഹു ഇദ്ഖാല ഫന്നി തംസീൽ അൽ മസ്റഹി ഫിൽ ആലമിൽ അറബി. അറബ് സാഹിത്യ ലോകത്ത് ഈ ഫന്നിനെ കടത്തിക്കൊണ്ടുവരാൻ ആദ്യമായിട്ട് ധൈര്യം കാണിച്ച, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൾ. ഇഷ്തഗല ബിത്തിജാറ വതാഫ മുദ്നു ഷാം, അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ഷാമിലെ നഗരങ്ങളിലൂടെ അദ്ദേഹം കറങ്ങി. വഹദറ അൽ ഇസ്കന്ദരിയ, 1846 അദ്ദേഹം അലക്സാണ്ട്രിയയിലെത്തി. വസാർ അൽ ഖാഹിറ, അദ്ദേഹം കെയ്റോ സന്ദർശിച്ചു. സുമ്മ സാഫറ ഇല ഇത്താലിയ, പിന്നീട് അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയി. കച്ചവടക്കാരനായ മാറൂൻ നഖാഷിൻ്റെ വിവിധ സഞ്ചാരവർഷങ്ങൾ പറയുന്നത്
അദ്ദേഹത്തിൻ്റെ സഞ്ചാര ദിശയിൽ നിന്ന് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് നാടകം എന്ന കലയുടെ രൂപം തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്നും അതിൻ്റെ വികാസം എപ്പോൾ മാനസികമായി സംഭവിച്ചു എന്നും ആ വികാസത്തെ എങ്ങനെ നാടിൻ്റെ രൂപത്തിലേക്ക് വിവിധ കലാസാഹിത്യങ്ങളുടെ രൂപങ്ങളിലേക്കുള്ള ഒരു കലയായിട്ട് നാടകം എന്ന കലയെ കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പ്രേരിപ്പിച്ചു എന്നതൊക്കെയാണ് ഇവിടെ പറയുന്നത്. എനിവേ ഫാദിഹു മസാരിഹുഹ വമായുമസ്സിലു ഫിഹാ മിന റിവായാത്ത്. ഇറ്റലിയിലെത്തിയപ്പോൾ അവിടെ കളിക്കപ്പെടുന്ന മസാരിഹുകൾ, അവിടുത്തെ നാടകങ്ങളും അവിടുത്തെ റിവായാത്തുകളൊക്കെ അദ്ദേഹത്തിന് വല്ലാതെ ബോധിച്ചു. ഫലം ഇല ബൈറൂത്ത്. അങ്ങനെ അദ്ദേഹം ബൈറൂത്തിലേക്ക് എത്തിയപ്പോൾ ഫിർഖത്തുൻ മസ്രഹിയ, അദ്ദേഹം ഒരു ഡ്രാമ ട്രൂപ്പ് ഉണ്ടാക്കി. ഈ ഡ്രാമ എന്ന് പറയുമ്പോൾ മറ്റ് കലാരൂപങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതിണ്ടാക്കിയാൽ മതി. പക്ഷേ നാടകം എന്ന് പറയുമ്പോൾ ഒരു കലാരൂപത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രദർശിപ്പിക്കണമെങ്കിൽ, അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ, നാടകമായിട്ട് അത് കളിക്കപ്പെടണമെങ്കിൽ അതിന് ഒരുപാട് ആളുകളുടെ സഹായം ആവശ്യമാണ്. ആദ്യമായിട്ട് അദ്ദേഹം ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. വദറബഹും അല തംസീൽ റിവായ അൽ ബഖീൽ. അൽ ബഖീൽ എന്ന ഒരു നാടകം, അത് ട്രാൻസ്ലേഷൻ ചെയ്തതാണ്. ആ നാടകം കളിക്കാനുള്ള അല്ലെങ്കിൽ നാടകം പ്ലേ ചെയ്യാനുള്ള പരിശീലനം ആ സെലക്ട് ചെയ്ത യുവാക്കൾക്ക്, നമ്മൾ കാസ്റ്റിംഗ് കോച്ച് എന്നൊക്കെ പറയില്ല, പിന്നെ കാസ്റ്റിംഗ് എന്ന് പറയില്ലേ, അപ്പോൾ കാസ്റ്റിംഗ് നടത്തിയിട്ട് അദ്ദേഹം ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. ഫലമ്മ ഖനൂഹാദ ഇല ഹുദൂരിഹ അൽ ഖുനാസില വൽ അയ്യാന القناصل والعيان في منزله بالشارع المعروف باسمه في حي الجميزة ബൈറൂത്തിലെ ജുമൈസ എന്ന് പറഞ്ഞ. അപ്പോൾ ഈ നാടകമൊക്കെ ഉണ്ടാക്കി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് റെഡിയായി നടപ്പോൾ കൗൺസിൽ അംഗങ്ങളെയും പല അംഗങ്ങളെയും സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരെയും ഒക്കെ അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ടൊരു ഡ്രാമ അദ്ദേഹം പ്ലേ ചെയ്തു. പിന്നെ വഫീസ് തന്നെ അടുത്തൊരു 1850 അദ്ദേഹം 1848 ഈ ബഖീലിൻ്റെ പ്രദർശനം. 1850 അദ്ദേഹം ഹാറൂൺ റഷീദ് എന്നുള്ള ഒരു നാടകം അദ്ദേഹം രൂപം ചെയ്തു. പിന്നെ അൽ മഅറൂഫ ബിസ്മി അബുൽ ഹസൻ അൽ മുഗഫൽ എന്ന പേരിൽ. വക്കാന ഹാദിറുഹ നഖ്ബത്തു മിനൽ വുജഹാഇ വഹുൽ ഫളി മിനൽ വതനിയ്യീൻ. ഈ അബുൽ ഹസൻ അൽ മുഗഫൽ എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഹാറൂൺ റഷീദിനെ കുറിച്ചുള്ള നാടകത്തിലെ പ്രമുഖരായിരുന്നു അതിൽ വന്നിരുന്നത്, നാട്ടിലെ പ്രമുഖർ. വഖദ് ഷജ്ജഹുൽ ജമീ വഅഹ്സനു അല ഹിമ്മത്തിഹി. ഇവരൊക്കെ പ്രമുഖരായ ആളുകളെ കാണിച്ചു കൊടുത്ത് അവർ കണ്ടു, അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിന്നെ ആരും പേടിക്കാനില്ലല്ലോ. ഏതായാലും ഫറഅ മസ്റഹൻ ഖാസൻ ഇലാ ജാനിബി ബൈത്തിഹി. പിന്നെ അദ്ദേഹം തൻ്റെ വീടിനോട് ചേർന്നിട്ടൊരു തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഫതമ്മ ലഹു ദാലിക ബി ഫർമാൻ സുൽത്താനി. അത് വൈകാതെ അത് അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം പൂർത്തിയായി. വമിമ്മൻ ആവനഹു ഫി തംസീലി ബിഷാറ മിർസാൻ വഹളർ ലബ്നാനി വഹബീബ് മിസ്ക് വ അബ്ദുല്ല ഖിമീദ്. അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ സഹായിച്ച ആളുകളാണ് അവരൊക്കെ. ബിസാറ, അതുപോലെ ഹബീബ് മിസ്ക്, അബ്ദുല്ല ഖിമീദ്, നഖൂല നഖാഷ്, വസാദുല്ലാ അൽ ബുസ്താനി. അങ്ങനെ ഒരുപാട് ആളുകളെ ഈ അദ്ദേഹത്തിൻ്റെ പിന്നെന്താ പറയുക സഹായികളായിട്ടുള്ള ആളുകളായിരുന്നു അവരൊക്കെ. ഇനി മാറൂൻ നഖാഷ് 1855 അന്തരിച്ചു. അപ്പോൾ നമുക്ക് മാറൂൻ നഖാഷ് എങ്ങനെ ആ ഒരു നാടക കലയെ അറബി സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ പറഞ്ഞ ഭാഗങ്ങൾ പറഞ്ഞത്. ഇനി വമിൻ അഹദി റുവാദിൽ മസ്റഹിയ്യ ഫി തിൽക്കൽ വഖ്ത് സലീം അൻ നഖാഷ്. ഇനി അക്കാലഘട്ടത്തിലെ വലിയൊരു നാടക കൃത്തായിരുന്നു സലീം നഖാഷ്. അദ്ദേഹവും ലെബനാനിലാണ് ജനിച്ചത്. ബൈറൂത്തിൽ ഫ്രഞ്ച്, ഇത്താലിയ, വദറസ ഫി ബൈറൂത്ത് അൽ ഫറൻസിയ വൽ ഇത്താലിയ. ബൈറൂത്തിൽ നിന്ന് തന്നെ ഫ്രഞ്ചും ഇറ്റാലിയനൊക്കെ പഠിച്ചു. വക്കാന അവ്വലു അമലിൻ ലഹു ഫി മസ്ലഹതി റുസൂമുൽ ജംറക ഫി ബൈറൂത്ത്. അദ്ദേഹത്തിൻ്റെ ആദ്യ തൊഴിൽ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു. വക്കാനത്ത് ലഹു ഇസ്ഹാമാത്തുഹു ഫി സിഹാഫ ലബനാനിയ. ലബനാനി ജേർണലിസത്തിന് രംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുള്ള ആളാണ് സലീം നഖാഷ്. അതുപോലെ അദ്ദേഹം പിന്നെ ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കി. വാമില മുബക്കിറൻ അല തഅസീസി ഫിർഖ മസ്റഹിയ്യ ബിമുആവനതി സദീഖിഹി അദീബ് ഇസ്ഹാഖ്. തൻ്റെ സുഹൃത്ത് അദീബ് ഇസ്ഹാഖിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കി. അദീബ് ഇസ്ഹാഖ് എന്ന് പറഞ്ഞാൽ അദീബ് വൽ മുതർജിം വസ്സുഹഫി. അദ്ദേഹം സാഹിത്യകാരനാണ്, ട്രാൻസ്ലേറ്ററാണ്, ജേർണലിസ്റ്റാണ്. വസ്സുഹഫി അസ്സൂരി അല്ലദി ആഷ ഫി ലബ്നാൻ വശാറക നഖാഷ് ഫി തഹരീരി ജരീദത്തി അത്തഖദ്ദും. അത്തഖദ്ദും എന്ന മാഗസിൻ്റെ എഡിറ്ററും കൂടെയായിരുന്നു മുതർജിമും സുഹഫിയൊക്കെ ആയ അദീബ് ഇസ്ഹാഖ്. അങ്ങനെ ഫവള സലീം നഖാഷ് വഹു ഇബ്നു ഖ്തമാറൂൻ സലാസു മസ്റഹിയ്യാത്ത്. സലീം നഖാഷിൻ്റെ പ്രശസ്തമായ 3 നാടകങ്ങൾ വന്നു. മിയ്യ, ആയിദ, വല്ലൂം ദഅജ. അങ്ങനെ നാടകങ്ങൾ വന്നു. വഖാമത് ഫി ദിമഷ്ക് നഹ്ലത്തുൻ നുഖ്റ.
ഇത് നമ്മൾ പറഞ്ഞത് ലബനാനിലെ ഒരു വമ്പൻ വിപ്ലവത്തെക്കുറിച്ചാണ്. നാടകവുമായി ബന്ധപ്പെട്ട് ലബനാനിൽ നടന്ന വമ്പൻ ഒരു വിപ്ലവത്തെക്കുറിച്ചാണ്. വഖാമത്ത് ഫി ദിമഷ്ക് നഹ്ലത്തുൻ ഉഖ്റ മിനൽ മസ്റഹ്. ഇനി ഡമാസ്കസിൽ മറ്റൊരു വിപ്ലവം നടക്കുകയാണ്. അലായത് അഷഖ് അഹ്മദ് അബി ഖലീൽ അൽ ഖിബാനി, അബു ഖലീൽ ഖബാനിയുടെ നേതൃത്വത്തിൽ അല ഹദ്ദി ഖൗലി ഖലീൽ മിത്രാൻ ഖലീതം മിൻ ഹസ്ലിൻ വജദ് وكلام وغناء يعرف عند الفرنج بالأوبرا وأبدأ ضربا حديثا يسميه الغربيون باليا. നമ്മൾ ബാല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പുതിയൊരു നാടകത്തിൻ്റെ രൂപം പല ആളുകളുടെയും രചനകളെ നാടകവൽക്കരിച്ചൊക്കെ അദ്ദേഹം തുടങ്ങി. പിന്നെ നമ്മളതിനെക്കുറിച്ച് പറയാം റഖ്സുസ്സമാകുന്ന ബാലയെക്കുറിച്ച് പറയാം. എങ്ങനെയായാലും അങ്ങനെ ആ ഒരു അഹമ്മദ് അബു ഖലീൽ ഹബാനിയുടെ ഡമാസ്കസിലുള്ള നാടകം, അതുപോലെ ബഅദ ദാലിക, ഇങ്ങനെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിസ്റിലാണ് എല്ലാം ഉണ്ടാവാറുള്ളത്. ഇവിടെ ലബനാനും ഡമാസ്കസും ദിമഷ്കും കഴിഞ്ഞതിന് ശേഷം അസ്ബഹത്ത് മിസ്റു ഖുബലത്തൻ യഹുജ്ജു ഇലൈഹൽ മുഅല്ലിഫൂൻ വ ഖിബലത്തൻ യഹുജ്ജു ഇലൈഹൽ മുഅല്ലിഫൂൻ വ മുവസ്സിലൂൻ. എഴുത്തുകാരും രചയിതാക്കളുമൊക്കെ ഹജ്ജിന് വരുന്ന, അല്ലെങ്കിൽ ഹജ്ജിന് വരുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ച് വരുന്ന ഉദ്ദേശിക്കുന്ന ഒരു ഖിബിലയായിട്ട് മിസ്റു മാറി. എന്തൊക്കെ പറഞ്ഞാലും അവസാനം മിസ്റിലേക്ക് തന്നെ നാടകം എത്തി. ഹൈസു വജദു ഫിഹ മൈദാനൻ ഹസ്ബൻ ലി അഫ്കാരിഹിം വ മസ്റഹിയാത്തിഹിം. അവിടെ എത്തിയതോടുകൂടി നാടക കലാകൃത്തുകാർക്ക് നല്ലൊരു മൈതാനം, അവരുടെ നാടകങ്ങൾക്ക് നല്ലൊരു വിശാലത, സ്വീകാര്യതയെല്ലാം അവിടെ ലഭിച്ചു. വഖദൻ ഷൽ ഖിദിയോ ഇസ്മായിൽ അൽ ഒബേറ അൽ മൽക്കിയ, ഈജിപ്തിലെ ഭരണാധികാരിയായിട്ടുള്ള ഇസ്മായിൽ എന്നവർ ഒരു രാജകീയമായിട്ടുള്ള ഒരു ഒപ്പേര കളിക്കാനുള്ള സൗകര്യമൊരുക്കി. ഫജമ സലീം നഖാഷ് മിൻ ബൈറൂത്ത് ജമാഅത്ത് അൽ തംസീൽ. രാജാവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പിന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഒരു സംഘത്തെ ലബനാനിൽ നിന്ന് കൊണ്ടുവന്നു. വഖസദ മിസ്ർ വക്കാൻ അലി ഫർഖത്ത് തസീറുൻ കബീറുൻ അൽ ജമാഹിർ. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന, സലീം നഖാഷ് കൊണ്ടുവന്ന ആ ട്രൂപ്പ്, അതിന് പിൽക്കാലത്ത് വലിയ സ്വീകാര്യത ലഭിച്ചു. മാത്രമല്ല വലിയ സ്വാധീനം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നാടകത്തിൻ്റെ മിസ്റിലേക്ക് എത്തിയതോടുകൂടി ഇനി അവിടെ നിന്ന് കയറി പോയിക്കോളും. കാരണം മിസ്റിലേക്ക് എത്തി, ജനങ്ങളുടെ അംഗീകാരം കിട്ടി, രാജാവിൻ്റെ അംഗീകാരം കിട്ടി, സമൂഹത്തിൽ നിന്ന് സ്വീകാര്യത കിട്ടി. ഇനി ഈ നാടകവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, വഖദ് അറഫൽ മസ്റഹ് ഫി മിസ്ർ സൗലാത്ത് വ ജൗലാത്ത് അറഫ്താറത് ജുമൂദൻ വ തദഹുറൻ ഫി ഖീമതിഹിൽ ഫന്നിയ. മിസ്റിൽ ഇതിങ്ങനെ വളർന്നും ഇടയ്ക്ക് ഒന്ന് ഷോക്കായിട്ടും പിന്നെയും വളർന്നും ആ രീതിയിലൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ഏതായാലും ഇതിൻ്റെ ഒരു മാറ്റം വന്നത്, ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടായി, ഈ വളർച്ചയിലൊരു ട്വിസ്റ്റ് ഉണ്ടായത് അഷായിർ അഹമ്മദ് ഷൗഖി അദ്ദേഹം മസ്റഹിയ, സാഹിബ് മസ്റഹിയത്തി അദ്ദേഹം ഒരു മെലോ ഡ്രാമ എന്നുള്ള രീതിയിലുള്ള മസ്റഹിയകൾ കൊണ്ടുവന്നപ്പോഴാണ് ഇതിലൊരു മിലോ ഡ്രാമ എന്ന് പറയാവുന്ന ഒരു ഇനം വന്നപ്പോഴാണ് മാറ്റങ്ങൾ വരുത്തിയത്. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെലോ ഡ്രാമകൾ? മിസ്ര, ക്ലിയോപാട്ര, മജ്നൂൻ ലൈല, കുംഭസ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവയൊക്കെ വന്നതോട് കൂടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത്തിജാഹ് പിന്നെ ഒരു തവ്വുറിൽ ഒരു നല്ലൊരു ഇത്തിജാഹ് ഉണ്ടായത്. എന്നാൽ അമ്മാഫി ലബനാൻ ഫഖൽ മസ്റഹു യസീറു അല തരീഖത്തി തർജുമ വൽ ഇഖ്തിബാസ് വ തഖലീദ്. എന്നാൽ ലബനാനിൽ ആയിരിക്കട്ടെ നാടകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തർജുമയിലൂടെ, അതുപോലെ ഇഖ്തിബാസിലൂടെ, ഇഖ്തിബാസ് തന്നെ മറ്റിടത്തുനിന്ന് കോട്ട് ചെയ്യലൊക്കെ, തഖലീദ് അനുകരണത്തിലൂടെ. അപ്പോൾ തർജുമ, ഇഖ്തിബാസ്, തഖലീദ്, ഇത് മൂന്നും പിന്നെ നമുക്ക് ഭാഷയിൽ വരുന്ന ഒന്നാണ്. തർജുമ എന്ന് പറഞ്ഞാൽ വിവർത്തനം, ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കോട്ട് ചെയ്യുക, അവിടെ പിന്നെ തഖലീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഇമിറ്റേഷൻ. ഏതായാലും ഈ രീതിയിലൊക്കെ നാടകകാലം അങ്ങോട്ട് വന്നു. ഇനി അവിടെ നിന്ന് അമ്മാഫി ലബനാൻ ഇന്തിഹായിൽ അറബിൽ ആലമിയൽ ഊല, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇത്തഹദ് തവജ്ജുഹുൽ അദബിയൽ മസ്റഹി തരീഖൻ ജദിയന്നഹുൽ വാഖിയ ലിജ്തിമായിയ. ഈ നാടകമാവട്ടെ, നോവലാവട്ടെ, അല്ലെങ്കിൽ ചെറുകഥകളാകട്ടെ, അതിൽ ഉൾക്കൊള്ളുന്ന തീമിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഏരിയകളെക്കുറിച്ച് തരംതിരിക്കുമ്പോൾ ഇതിൽ കാണാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ പിന്നെ റൊമാൻറ്റിസം, അല്ലെങ്കിൽ റൊമാൻറ്റിക്കയ്യ, റിയലിസം, വാക്കയ്യ, ഇജ്തിമായിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും നാടകം സാമൂഹികമായ വാക്കയ്യ, ഇജ്തിമായിയ, പിന്നെ എന്താ പറയുക, സോഷ്യൽ റിയലിസം എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ സാമൂഹികമായ വസ്തുതകളെ, പൊതുവിഷയങ്ങളെയൊക്കെ വിളിച്ചു കാട്ടുന്നതിൽ വലിയ പങ്ക് നമ്മൾ ഈ പറഞ്ഞ നാടകം വഹിക്കുകയുണ്ടായി. ഏതായാലും ആ ഒരു രീതിയിലേക്ക് നാടകം മാറിയ സമയത്ത് രചിക്കപ്പെട്ട ചില രചനകളാണ് പറയുന്നത്. മിഹായിൽ നൊഹൈമയുടെ മസ്റഹിയത്തു, അൽ അബാഉ വൽ ബനൂൻ,
1935 ലഹറ സയ്യിദ് അഖ്വൽ മസ്രഹിയത്തി ഷെയരിയ മസ്രഹിയ ഷെയരിയയുമായിട്ട് നമ്മുടെ സയ്യിദ് അഖ്ൽ വന്ന ബിൻതു യഫ്താഹ് വദറജ ഫിഹ അല ഉസ്ലൂബി ഖദാമി അൽ യൂനാൻ വല ഉസ്ലൂബ് അൽ ഫറൻസിയൻ അൽ ക്ലാസിക്കി ഫ്രഞ്ച് ക്ലാസിക്കിൻ്റെ ഒക്കെ രൂപത്തിലുള്ള രചനകൾ നടത്തി സയ്യിദ് അഖ്ൽ വന്നു. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഓരോ മാറ്റങ്ങൾ ഒരേ ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നു എന്നല്ല, പല രീതിയിലേക്ക് പല ഡയമെൻഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, വളർച്ചയുടെ ഒരു വിശാലത. ഒരു മരം വിവിധ കൊമ്പുകളായും ശാഖകളായും പടർന്ന് പന്തലിക്കുന്നത് വളരുന്നു എന്നതിൻ്റെ അർത്ഥമാണല്ലോ. അതേപോലെ നാടകം എന്നുള്ള ഒരു കല ഒരു മരത്തെപ്പോലെ അങ്ങനെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലും മസ്റഹുൽ അറബിയിൽ ഇഖ്തിബാസ് ഉണ്ട്, തഖലീദ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊരു തെറ്റായൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇത്തിജാഹിൽ ക്ലാസിക് ആയിട്ടുള്ള ഒരു മുന്നേറ്റത്തിലേക്കും ഇത് മാറ്റം സംഭവിച്ചു. ഇനി നമ്മൾ പറയുന്നത് ഓരോ ഓതേഴ്സിനെ കുറിച്ചുള്ളത് നമ്മളിങ്ങനെ വിശദീകരിക്കുന്നില്ല. ഒന്നാമത് മാറൂൻ നക്കാഷാണ്. 1817 മുതൽ 1855 വരെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ബഖീൽ എന്നുള്ള നോവലാണ് 1848 ട്രാൻസ്ലേറ്റ്, നോവലല്ല ഡ്രാമയാണ് അറബിയിലേക്ക് കൊണ്ടുവന്നത്. ബഖീൽ എന്നാണ് അറബിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ അത് ഫ്രഞ്ചിൽ നിന്ന് കൊണ്ടുവന്നതാണ് ലേ അവേർ എന്നുള്ള ഒന്നിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതാണ് ആദ്യമായിട്ട് അദ്ദേഹം പ്ലേ ചെയ്യിപ്പിച്ചത്. അതിൽ നാടകത്തിൽ ഫുൾ ആണുങ്ങളായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ സ്ത്രീകളും ഒക്കെ അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ നാടകമാണ് അൽ ബഖീൽ ആണ് നമ്മൾ ഒന്ന് പറഞ്ഞ ലേ അവേർ എന്ന് പറയുന്ന അലി മസ്രഹിയത്തി മോലിയർ അഷഹീറ ഫ്രഞ്ച് നാടകത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. പിന്നെ അബു ഹസൻ അൽ മുഅഫൽ എന്നുള്ള നാടകം, അൽ ഹസൂദ് സലീത്ത് എന്നുള്ള, അങ്ങനെ 3 നാടകങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുതിയൊരു കല കൊണ്ടുവന്നു എന്നതിൽ തന്നെ അദ്ദേഹം പ്രശസ്തനാവുന്നുണ്ട്. അതുപോലെ മറ്റൊരാളാണ് അബു ഖലീൽ അൽ ഖബാനി. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹമാണ് അബുൽ മസ്റഹിൽ അറബി എന്ന പേരിൽ നമ്മൾ പിന്നെ മാറൂൻ നക്കാഷിനെ അറിയപ്പെടുന്നു. കാരണം ആ സാധനം കൊണ്ടുവന്ന ആൾ, പിന്നെ ആ കൊണ്ടുവന്ന സാധനത്തിൻ്റെ റായിദ് എന്ന് പറയുന്ന അതിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോയ ഒരാൾ, തുടങ്ങിയ ഒരാൾ, അതിനെ വളർത്തിയ ഒരാൾ എന്ന് പറയുന്നത് അബു ഖലീൽ അൽ ഖബാനിയാണ്. അദ്ദേഹത്തിൻ്റെ അവ്വൽ അസസ മസ്റഹൻ അറബിയൻ ഫിൽ ഖർനി താസിഅ, സ്വന്തമായിട്ട് ഡ്രാമ ഉണ്ടാക്കിയത് ആളെന്ന് പറയും. എന്താ അപ്പോൾ നക്കാഷ് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാഗിർ അൽ ജമീൽ, ഹാറൂൻ അർ റഷീദ്, ആയിദ, അഷാദ് അഹ്മൂദ്, അങ്ങനെ ധാരാളം രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ മാറൂൻ നക്കാഷ് കഴിഞ്ഞ അബു ഖലീൽ ഖബാനി. പിന്നീട് വരുന്നത് തൗഫീഖ് അൽ ഹക്കീമാണ്. തൗഫീഖ് അൽ ഹക്കീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മസ്റഹിയ ദിഹിനിയ എന്ന് പറയുന്ന ഇൻ്റലക്ച്വൽ ഡ്രാമ എന്നൊക്കെ പറയാൻ പറ്റിയൊരു ഡ്രാമ കൊണ്ടുവന്ന് 1898 അദ്ദേഹം ജനിച്ചത്. 1987 അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് വഹുവ റായിദു അൽ മസ്റഹിത്തി ഇനി ഫിൽ ആലമിൽ അറബി, അറബ് സാഹിത്യ ലോകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റലക്ച്വൽ ഡ്രാമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. ചില്ലറക്കാരനല്ല. അദ്ദേഹം വഖത്ത ബഹവാലി മിആ മസ്റഹിയ, 100-ൽ പരം അല്ലെങ്കിൽ 100-നോട് അടുത്ത് നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കൂടുതലും സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു. ആധുനികപരമായ പല വിഷയങ്ങളെയും ചരിത്രത്താളുകൾ, ഉദാഹരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നാടകമാണ് ഷെഹർസാദ്, അൽ കഹ്ഫ്, അൽ മലിക് ഔദീബ്. അപ്പോൾ അതൊക്കെ ഈഡിപ്പസ് രാജാവ് എന്നൊക്കെ നമ്മൾ കേട്ട പുരാണങ്ങളിലൊക്കെ ഉള്ള പുരാണങ്ങളോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളോ ആയ ചരിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ, പ്രശസ്തമായ കഥാപാത്രങ്ങളെ മറ്റൊരു തരത്തിൽ അദ്ദേഹം ഒരു മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ചെയ്യുന്ന നാടകങ്ങളാണ്. പിന്നെ സഅദുല്ലാ വന്നൂസ്, അഹമ്മദ് ഷൗക്കിയെ കുറിച്ച് പറയുമ്പോൾ മസ്റഹിയ ഷെയരിയ അല്ലെങ്കിൽ മസ്റഹിയ ഷെയരിയ മെലോ ഡ്രാമകളായിട്ടുള്ള കവിതകൾ എഴുതിയ അതിൻ്റെ ഒരു ഫൗണ്ടിങ് ഫാദറായിട്ട് എണ്ണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെയാണ് മിസ്ര, ക്ലിയോപാട്ര, വസിത്ത് ഹുദ, കുംബേസ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളായിട്ടുണ്ട്. അതുപോലെ ജോർജ് ഐബൽ, യാക്കൂബ് സന്നോ, ഇങ്ങനെ ധാരാളം എഴുത്തുകാരെ നമുക്ക് കാണാം. യൂസുഫ് ഇദ്രീസ്. അപ്പോൾ ഇത്രയും ആളുകളുടെ എഴുത്തുകൾ, രചനകൾ, ഇതൊക്കെയാണ് അറബി ഭാഷയിൽ നാടകം എന്ന കലയ്ക്ക് വലിയൊരു ദിശ നൽകിയത്. അറബി ഭാഷയിലെ നാടകം എന്ന കലയുടെ വലിയൊരു ഭാഗം അറബി സാഹിത്യത്തിൻ്റെ ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട്. ഈ ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഇതിൻ്റെ ശേഷം വരുന്ന ചോദ്യോത്തരങ്ങൾ, ചോദ്യം അവിടെയുണ്ട്, ഉത്തരവ് അവിടെയുണ്ട്. അസൈൻമെൻറ്റിന് തരുന്ന വിഷയം നിങ്ങളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതോടുകൂടി ബ്ലോഗ് സമാപിക്കുകയാണ്. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.